വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്ന് ആധുനിക ഇന്ത്യ ചരിത്രത്തിന്റെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 1857 റിവോൾട്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നേതാക്കളെ കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ എന്താ പഠിച്ചത്? എന്താണ് 1857 റിവോൾട്ട്? അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു അല്ലെ, ഒരു ഇൻട്രൊഡക്ഷൻ പോലെ. ഇനി ഇതില് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ അവസാനം പറഞ്ഞു തന്നു, നിങ്ങൾക്ക് ഓരോരോ ഏരിയയിലും ഓരോരോ നേതാക്കളായിരുന്നു ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒന്നാം സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ 1857 റിവോൾട്ട്. അപ്പൊ നമ്മള് ആ നേതാക്കൾ ആരൊക്കെയാണ്, ആ നേതാക്കളുടെ പ്രത്യേകത എന്താണ്, ഓരോ നേതാക്കളെ കുറിച്ചും നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ആദ്യത്തെ ആളെ നമ്മൾ പഠിക്കുന്നത് നമ്മുടെ റാണി ലക്ഷ്മിബായി ആണ്. അറിയാലോ റാണി ലക്ഷ്മിബായിയെ കുറിച്ച്? നമ്മൾ അവരെ ഝാൻസി റാണി എന്നൊക്കെ വിളിക്കും അല്ലെ. റാണി ലക്ഷ്മിബായി. റാണി ലക്ഷ്മിബായി ഏത് ഭാഗത്താണ് നേതൃത്വം കൊടുത്തിരുന്നത് എന്നാണ്, ഏത് ഏരിയയിലാണ് അവര് നേതൃത്വം കൊടുത്തിരുന്നത്? നമ്മൾക്കറിയാം, ഒന്ന് ഝാൻസിയിലാണ്. നമ്മൾ പഠിച്ചു കഴിഞ്ഞ ദിവസം. ഝാൻസിയിലും അതുപോലെ തന്നെ ഝാൻസി കൂടാതെ ഗ്വാളിയോർ എന്ന് പറയുന്ന സ്ഥലത്തും, ഝാൻസിയിലും ഗ്വാളിയോറിലും നേതൃത്വ സ്ഥാനം ഏറ്റെടുത്തിരുന്നത് ആരായിരുന്നു? റാണി ലക്ഷ്മിബായി ആയിരുന്നു. ഈ റാണി ലക്ഷ്മിബായിയെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം. ഇവരുടെ ശരിക്കുള്ള പേര് മണികർണിക എന്നാണ്. യഥാർത്ഥ നാമം എന്താണ്? മണികർണിക. എന്താണ് ഇവരുടെ പേര്? മണികർണിക എന്നാണ്. ഇനി മണികർണിക എന്ന് മാത്രമാണോ? അല്ല, മണികർണിക എന്ന് പേരുണ്ട്, മനുഭായ് എന്ന് പേരുണ്ട്. എന്താണ്? മനുഭായ് എന്ന് പേരുണ്ട്. അതുപോലെ തന്നെ മനു എന്നും വിളിക്കുന്നുണ്ട്, മനു എന്ന് വിളിക്കുന്നുണ്ട്, ചബേലി എന്ന് വിളിക്കുന്നുണ്ട്. എന്താണ്? ചബേലി. അപ്പോ 1857 റിവോൾട്ടിന് ഝാൻസിയിലും ഗ്വാളിയാറിലും നേതൃത്വം നൽകിയത് റാണി ലക്ഷ്മിബായി ആണ്. 1857 റിവോൾട്ടിന് ഝാൻസിയിലും ഗ്വാളിയാറിലും നേതൃത്വം നൽകിയത് റാണി ലക്ഷ്മിബായി ആണ്. അവരുടെ യഥാർത്ഥ നാമം മണികർണിക എന്നാണ്. അവരെ മനുഭായി എന്നും വിളിക്കുന്നുണ്ട്, മനു എന്ന് വിളിക്കുന്നുണ്ട്, ചബേലി എന്ന പേരുകളിലൊക്കെ വിളിക്കുന്നുണ്ട്. ഇനി ഇവരുടെ ഹസ്ബൻഡിന്റെ പേരൊന്ന് പഠിച്ചു നോക്കിയാൽ, ഇവരുടെ ഹസ്ബൻഡിന്റെ പേരെന്താണ്? ഹസ്ബൻഡിന്റെ പേര് ഗംഗാധർ റാവു എന്നാണ്. ഹസ്ബൻഡ് ഗംഗാധർ റാവു എന്നാണ്. ഗംഗാധർ റാവു ആണ് ഹസ്ബൻഡ്. ഇനി ഇവർക്ക് ഒരു മകനുണ്ട്. മകന്റെ പേര് ഓർത്തു വെക്കുക. മകന്റെ പേര് ദാമോദർ റാവു എന്നാണ്. മകൻ ആരാണ്? ദാമോദർ റാവു എന്നാണ്. പക്ഷേ മകന്റെ പ്രത്യേകത, ഈ ദാമോദർ റാവു ഇവരുടെ ദത്തുപുത്രനാണ് കേട്ടോ. എന്താണ്? ദത്തുപുത്രനാണ്. അതുതന്നെ ആയിരിക്കുമല്ലോ ഇവര് ഈ 1857 റിവോൾട്ടില് ഉൾപ്പെടാൻ കാരണമായിട്ടുള്ള സംഭവം. 1857 വിപ്ലവത്തിൽ എന്തുകൊണ്ടാ ഝാൻസി റാണി ഉൾപ്പെടാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം. എന്താണ്? ദത്താവകാശ നിരോധന നിയമം. നമ്മൾ പറഞ്ഞു, ബ്രിട്ടീഷുകാരുടെ ദത്താവകാശ നിരോധന നിയമം 1857 എന്താണ് വിപ്ലവത്തിന് കാരണമായിട്ടുള്ള ഒരു എന്താ പറയാ ബ്രിട്ടീഷ് നിയമമാണ് എന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ ദത്താവകാശ നിരോധന നിയമപ്രകാരം മക്കളില്ലാത്തവർക്ക് എന്താണ്, അച്ഛനോ അമ്മയോ അവരും മരിക്കുക, രാജാവും രാജ്ഞിയൊക്കെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ദത്തുപുത്രന് ആ രാജ്യം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, ബ്രിട്ടീഷ് ഇന്ത്യയോട് ചേർക്കും. അപ്പൊ ദത്താവകാശ നിരോധന നിയമം വന്നപ്പോൾ ഝാൻസി റാണിയും അല്ലെങ്കിൽ അവരുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള ഗംഗാധർ റാവു ഒക്കെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ദാമോദർ റാവുവിന് അവരുടെ എന്ത് കിട്ടില്ല, രാജ്യം കിട്ടില്ല എന്ന് അറിഞ്ഞതുകൊണ്ട് അതില് എന്താണ് ആ നയത്തോട്, ബ്രിട്ടീഷ് നയത്തോട് എതിർത്തുകൊണ്ടാണ് റാണി ലക്ഷ്മിബായി എന്ന് പറയുന്ന ലേഡി ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ഝാൻസിയിലും ഗ്വാളിയാറിലും നേതൃത്വം നൽകാനുള്ള കാരണം എന്ന് മനസ്സിലാക്കാം. ഇനി ഝാൻസി റാണിയുടെ കുതിരകളുടെ പേര് നമ്മൾ പഠിച്ചു വെക്കണം. ഝാൻസി റാണിയുടെ കുതിരകളാണ്: ഒന്ന് ബാദൽ എന്ന് പറയുന്ന കുതിര, അടുത്തത് സാരംഗി എന്ന് പറയുന്ന കുതിര. പലരുടെയും കുതിരകൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. സാരംഗി. അടുത്തത് പവൻ എന്ന് പറയുന്ന കുതിര, അടുത്തത് പവൻ എന്ന് പറയുന്ന കുതിര. അപ്പൊ ഇത്രയും കുതിരകളുണ്ട്. അതിൽ ബാദൽ എന്ന് പറയുന്ന കുതിരയില്, ഈ ബാദൽ എന്ന് പറയുന്ന കുതിരയാണ് അവർ എന്തിനു ഉപയോഗിച്ചിരുന്നത്? ഒന്നാം സ്വാതന്ത്ര്യ സമരത്തില് ഉപയോഗിച്ചിരുന്നത് അവര് ബാദൽ എന്ന് പറയുന്ന കുതിരയെ ആയിരുന്നു എന്നും കൂടി മനസ്സിലാക്കുക കേട്ടോ. ഇനി അടുത്തത് നമ്മളോട് ചോദിക്കുകയാണ്, 1857 വിപ്ലവത്തിന്റെ ജോവാൻ ഓഫ് ആർക്ക് ആരാണ്? 1857 റിവോൾട്ടിന്റെ എന്താണ്? ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ആരാണ്? ജോവാൻ ഓഫ് ആർക്ക്. 1857 റിവോൾട്ടിന്റെ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? റാണി ലക്ഷ്മിബായി ആണ്. ഇവരെയാണ് ജോവാൻ ഓഫ് ആർക്ക് എന്ന് പറയുന്നത്. അപ്പൊ 1857 റിവോൾട്ടിന്റെ ജോവാൻ ഓഫ് ആർക്ക് എന്നും ആരറിയപ്പെടുന്നുണ്ട്? റാണി ലക്ഷ്മിബായി അറിയപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പൊ റാണി ലക്ഷ്മിബായിയെ കുറിച്ച് ഒന്ന് പറഞ്ഞേ നിങ്ങള്. അതായത് ഝാൻസി അതുപോലെ തന്നെ ഗ്വാളിയോർ എന്നീ സ്ഥലങ്ങളിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് റാണി ലക്ഷ്മിബായി ആണ്. അവരുടെ ശരിക്കുള്ള
ശരിക്കുള്ള പേര് മണികർണിക അല്ലെങ്കിൽ മനുബായി എന്നാണ്. കൂടാതെ മനു, ചബേലി എന്നീ പേരുകളിൽ അവരെ വിളിക്കുന്നു. ഝാൻസി റാണിയുടെ ഹസ്ബൻഡിന്റെ പേര് ഗംഗാധർ റാവു എന്നാണ്. അവരുടെ മകൻ അത് ദത്തുപുത്രനാണ്, ദാമോദർ റാവു. ഇനി എന്തുകൊണ്ടാണ് ഝാൻസി റാണി ഈ 1857 വിപ്ലവത്തില് ഉൾപ്പെടാനുള്ള കാരണം? ദത്താവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷുകാർ ഝാൻസിയെ പിടിച്ചടക്കാൻ ശ്രമിച്ചതാണ് കാരണം. ഇനി അടുത്തത് ഝാൻസി റാണിയുടെ പ്രശസ്തമായിട്ടുള്ള കുതിരകൾ ഏതൊക്കെയാണ്? ബാദല്, സാരംഗി, പവൻ തുടങ്ങിയവയാണ്. ഇനി കലാപകാലത്ത് ഝാൻസി റാണി ഏത് കുതിരയാണ് ഉപയോഗിച്ചിരുന്നത്? ബാദൽ എന്ന് പറയുന്ന കുതിരയാണ്. 1857 വിപ്ലവത്തില് ജോവാൻ ഓഫ് ആർക്ക് എന്ന് വിളിക്കുന്ന ലേഡി ആരാണ്? അല്ലെങ്കിൽ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ആരാണ്? റാണി ലക്ഷ്മിബായി അല്ലെങ്കിൽ ഝാൻസി റാണിയാണ്. ക്ലിയർ ആയില്ലേ? ഇത്രയും കാര്യം വളരെയധികം എന്താ പറയാ പ്രധാനമായിട്ട് നമ്മൾ ഓർത്തു വെക്കണം. അതുപോലെ തന്നെ ഇനി ഝാൻസി റാണിയുടെ വിശേഷണങ്ങളുണ്ട്. ഝാൻസി റാണിയെ വിപ്ലവകാരികളുടെ സമുന്നത നേതാവ്, വിപ്ലവകാരികളുടെ സമുന്നത നേതാവ്, വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് ഒരാൾ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഝാൻസി റാണിയെ വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് എന്ന് നമ്മൾ പഠിക്കണം. വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ഹ്യൂഗ് റോസ് ആണ്. ആരാണ്? ഹ്യൂഗ് റോസ് ആണ്. ഝാൻസി റാണിയെ വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഹ്യൂഗ് റോസ് ആണ്. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു ചോദ്യം, ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു, ഇവരെ വിശേഷിപ്പിച്ചേക്കാണ് ഒരാള്. എന്താണ്? ഇരുണ്ട പശ്ചാത്തലത്തിലെ, ഇരുണ്ട പശ്ചാത്തലത്തിലെ, ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു, ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന്, ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ജവഹർലാൽ നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് ആരാണ്? ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ആരാ വിശേഷിപ്പിച്ചേ? ജവഹർലാൽ നെഹ്റു. ക്ലിയർ ആയോ മക്കളെ? നിങ്ങൾ 1857 ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നു ഝാൻസി റാണി. അത് ആരും വിശേഷിപ്പിച്ചതൊന്നല്ല കേട്ടോ. ഇനി 1857 വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്നറിയപ്പെടുന്നു ഝാൻസി റാണി. അങ്ങനെ വിളിച്ചത് ആരാണ്? ഹ്യൂഗ് റോസ് ആണ്. 1857 വിപ്ലവത്തിലെ ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്നറിയപ്പെടുന്നത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അപ്പൊ ജവഹർലാൽ നെഹ്റു ഇവരെ എന്താണ് വിശേഷിപ്പിച്ചത്? ഈ വിപ്ലവത്തിന് നേതൃത്വമൊക്കെ കൊടുത്തപ്പോ ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചു. മനസ്സിലായോ? ഇനി ഝാൻസി റാണിയെ വധിച്ചു. ഇവരുടെ മരണം നടക്കാണ്. ഝാൻസി റാണിയെ വധിച്ചത് നമ്മൾ ഓർത്തു വെക്കണം. ആരാണ് ഝാൻസി റാണിയെ വധിച്ചത്? ഒരു ആരായിരിക്കും? പട്ടാള മേധാവി ആയിരിക്കും അല്ലെ? ഝാൻസി റാണിയെ വധിച്ചത് ആരാണ്? ഹ്യൂഗ് റോസ് ആണ്. ഝാൻസി റാണിയെ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഝാൻസി റാണിയെ വിളിച്ചു എന്ന് വിപ്ലവകാരികളിലെ സമുന്നത നേതാവ്. അപ്പൊ അയാൾക്ക് അറിയാം അത്രയും പ്രശസ്തിയായിട്ടുള്ള ലേഡിയാണ് എന്നുള്ളത് അല്ലേ? അപ്പൊ ഝാൻസി റാണിയെ വധിച്ച ബ്രിട്ടീഷ് പട്ടാള മേധാവി ഹ്യൂഗ് റോസ് തന്നെയാണ്. എവിടെ വെച്ച് വധിച്ചു എന്ന് നമ്മൾ ഓർത്തു വെക്കുക. ഗ്വാളിയോറിൽ വെച്ചാണ് അവരെ വധിച്ചത്. എവിടെ വെച്ചാണ്? ഗ്വാളിയോറിൽ വെച്ചാണ് വധിച്ചത്. എന്നാണ് വധിച്ചത്? 1858 ജൂൺ 18 വധിച്ചത്. 1858 ജൂൺ 18 ഹ്യൂഗ് റോസ് വധിച്ചത്. അപ്പോ ഝാൻസി റാണിയെ വധിച്ച ബ്രിട്ടീഷ് പട്ടാള മേധാവി ഹ്യൂഗ് റോസ് ആണ്. വധിച്ചത് ഗ്വാളിയോറിൽ വെച്ചാണ്. 1858 വധിച്ചത്. 1858 ജൂൺ 18 വധിച്ചത്. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്നും കൂടെ ഒന്ന് പറഞ്ഞേ. റാണി ലക്ഷ്മിബായിയുടെ ശരിക്കുള്ള പേര് എന്താണ്? മണികർണിക, മനുബായി എന്നൊക്കെയാണ്. മനു ചപ്പേലി എന്നും ഇവരറിയപ്പെടുന്നു. റാണി ലക്ഷ്മിബായി 1857 വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തത് ഝാൻസിയിലും ഗ്വാളിയോറിലുമാണ്. അവരുടെ ഹസ്ബൻഡിന്റെ പേര് ഗംഗാധർ റാവു എന്നും ദത്തുപുത്രന്റെ പേര് ദാമോദർ റാവു എന്നുമാണ്. ഇവര് ഈ 1857 വിപ്ലവത്തില് ഒരു ഭാഗമാകാൻ കാരണം ദത്താവകാശ നിരോധന നിയമപ്രകാരം ഝാൻസി ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കാൻ ബ്രിട്ടീഷുകാർ ഒരു പണി നടത്തിയത് കൊണ്ടാണ്. ബാദൽ, സാരംഗി, പവൻ എന്നിവ ഝാൻസി റാണിയുടെ കുതിരകളുടെ പേരാണ്. ഝാൻസി റാണി 1857 വിപ്ലവത്തെ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നു. 1857 വിപ്ലവത്തിലെ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നു. വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് ഝാൻസി റാണിയെ ബ്രിട്ടീഷ് പട്ടാള മേധാവിയായ ഹ്യൂഗ് റോസ് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു
എന്ന് ജവഹർലാൽ നെഹ്റു ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ച ഹ്യൂഗ് റോസ് തന്നെയാണ് ഝാൻസി റാണിയെ ഗ്വാളിയോറിൽ വെച്ച് വധിച്ചത് 1858 ജൂൺ 18-നാണ്. ഇത്രയും കാര്യം ഝാൻസി റാണി ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് ഝാൻസി റാണിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി നമുക്ക് പഠിക്കണം. ഝാൻസി എന്ന് പറയുന്ന പേരിൽ ഒരു സിറ്റി ഉണ്ട്. ഝാൻസി എന്ന് പറയുന്ന പേരിൽ ഒരു നഗരം സ്ഥിതി ചെയ്യുന്നു. അത് എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തർപ്രദേശിലാണ്. ഝാൻസി എന്ന് പറയുന്ന പേരിൽ ഒരു നഗരം സ്ഥിതി ചെയ്യുന്നു, ഉത്തർപ്രദേശിലാണ്. ഇനി ഝാൻസി റാണിയുടെ പേരിൽ ഒരു മെറൈൻ പാർക്ക് ഉണ്ട്. പേര് ഇതാണ്, ഝാൻസി റാണി മെറൈൻ പാർക്ക് എന്നാണ് അതിന്റെ പേര്. ഝാൻസി റാണി മെറൈൻ പാർക്ക് എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഝാൻസി റാണി മെറൈൻ പാർക്ക് എവിടെയാണ്? ആൻഡമാനിലാണ് എന്ന് പറയും. ഝാൻസി റാണി മെറൈൻ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ആൻഡമാനിലാണ്. എവിടെയാണ്? ആൻഡമാനിലാണ്. ഇനി അടുത്തത് INA, ഇന്ത്യൻ നാഷണൽ ആർമി. INA-യുടെ വനിതാ ബറ്റാലിയൻ അറിയപ്പെടുന്നത്, INA-യുടെ വനിതാ ബറ്റാലിയൻ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? INA-യുടെ വനിതാ ബറ്റാലിയൻ അറിയപ്പെടുന്നത് ഝാൻസി റാണി റെജിമെന്റ് എന്നാണ്. എന്താണ്? ഝാൻസി റാണി റെജിമെന്റ് എന്നാണ്. ക്ലിയർ ആയോ മക്കളെ? ഝാൻസി റാണി റെജിമെന്റ് എന്നാണ്. അപ്പൊ ഝാൻസി എന്ന് പറയുന്ന പേരില് ഒരു നഗരമുണ്ട്. ഝാൻസി എന്ന് പറയുന്ന പേരിലുള്ള നഗരം സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ്. ഝാൻസി റാണി മറൈൻ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ആൻഡമാനിലാണ്. INA-യുടെ വനിതാ ബറ്റാലിയൻ അറിയപ്പെടുന്നത് ഝാൻസി റാണി റെജിമെന്റ് എന്ന പേരിലാണ്. ഇനി ലക്ഷ്മിബായി നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ. ലക്ഷ്മിബായി അല്ലെ, റാണി ലക്ഷ്മിബായി എന്നാണ് ഇവര് വിളിക്കണേ. ലക്ഷ്മിബായി എന്താണ്? നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ. ലക്ഷ്മിബായി നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ലക്ഷ്മിബായി നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ. എന്താണ്? ഫിസിക്കൽ എഡ്യൂക്കേഷൻ. ലക്ഷ്മിബായി നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷന്റെ ആസ്ഥാനം എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും തിരുവനന്തപുരത്താണ്. ലക്ഷ്മിബായി നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷന്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരത്താണ്. ഇനി ലക്ഷ്മിബായി, അടുത്ത തന്നെ ലക്ഷ്മിബായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ. ലക്ഷ്മിബായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങനെയാണ് ചോദിക്കുന്നതെങ്കിൽ, ലക്ഷ്മിബായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആണ് ചോദിക്കണേ വെച്ചാൽ നമ്മൾ പറയണം ഗ്വാളിയോറിലാണ്. മധ്യപ്രദേശിലെ ഗ്വാളിയോറിലാണ്. എവിടെയാണ്? ഗ്വാളിയോറിലാണ്. അപ്പൊ INA-യുടെ വനിതാ ബറ്റാലിയൻ ഝാൻസി റാണി റെജിമെന്റ് ആണ്. ലക്ഷ്മിബായി നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ തിരുവനന്തപുരത്തുമാണ്. ലക്ഷ്മിബായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ മധ്യപ്രദേശിലെ എവിടെയാണ്? ഗ്വാളിയോറിലാണ്. ഇനി അടുത്തത് ലക്ഷ്മിബായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ. ഇതുപോലെ തന്നെ ലക്ഷ്മിബായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ. ഇത്രയും കാര്യം. നോർത്ത് ഈസ്റ്റ് റീജിയൻ സെന്റർ, അതന്നെ നോർത്ത് ഈസ്റ്റ് റീജിയൻ സെന്റർ. നോർത്ത് ഈസ്റ്റ് റീജിയൻ സെന്റർ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ആൻസർ മാറി. അപ്പൊ നമ്മൾ എവിടെ പറയും? ഗുവാഹത്തി. എവിടെയാ പറയാ? ഗുവാഹത്തിയാണ്. ഗുവാഹത്തി എവിടെയാണ്? ആസാമിലാണ്. ഗുവാഹത്തി എവിടെയാണ്? ആസാമിലാണ്. ഇത്രയും കാര്യം ക്ലിയർ ആയോ മക്കളെ? ലക്ഷ്മിബായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ട്രിവാൻഡ്രം. ലക്ഷ്മിബായി നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ട്രിവാൻഡ്രം. ലക്ഷ്മിബായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഗ്വാളിയോർ. ലക്ഷ്മിബായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ നോർത്ത് ഈസ്റ്റ് റീജിയൻ സെന്റർ ഗുവാഹത്തി. ഒന്നും കൂടെ പറഞ്ഞ്, ഝാൻസി എന്ന് പറയുന്ന നഗരം ഉത്തർപ്രദേശിലാണ്. ഝാൻസി റാണി മറൈൻ പാർക്ക് ആൻഡമാനിലാണ്. INA-യുടെ വനിതാ ബറ്റാലിയൻ ഝാൻസി റാണി റെജിമെന്റ് ആണ്. ലക്ഷ്മിബായി നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ തിരുവനന്തപുരത്താണ്. ലക്ഷ്മിബായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഗ്വാളിയോറിലാണ്. ലക്ഷ്മിബായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ നോർത്ത് ഈസ്റ്റ് റീജിയൻ സെന്റർ എവിടെയാണ്? ഗുവാഹത്തിയിലാണ്. ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ? അപ്പൊ നമ്മുടെ റാണി ലക്ഷ്മിബായി എന്ന് പറയുന്ന ടോപ്പിക് അവിടെ തീർന്നു. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് നാനാ സാഹിബിനെയാണ്. നാനാ സാഹിബിനെ കഴിഞ്ഞ ദിവസം ഞാൻ എന്താണ് പറഞ്ഞത്? നാനാ സാഹിബിനെ കുറിച്ച് പറഞ്ഞപ്പോ കാൺപൂരിൽ 1857 വിപ്ലവത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് നാനാ സാഹിബ് എന്ന് നമ്മൾ പഠിച്ചു അല്ലെ? ഇന്നലെ തന്നെ പഠിച്ചു. കാൺപൂരിൽ 1857 വിപ്ലവത്തിന് നേതൃത്വം നൽകിയ പ്രധാനിയാണ് നാനാ സാഹിബ്. നാനാ സാഹിബിന്റെ യഥാർത്ഥ നാമം ദൊണ്ടു പന്ത് എന്നാണ്. കണ്ടോ? അദ്ദേഹത്തിന്റെ പേര് പഠിച്ചു വയ്ക്കൂ. ദൊണ്ടു പന്ത് എന്നാണ്
എന്നാണ് നാനാ സാഹിബിന്റെ ശരിക്കുള്ള പേര്. ഇദ്ദേഹത്തെ മൂന്നാം നെപ്പോളിയൻ എന്ന് വിളിക്കുന്നുണ്ട്. എന്താ വിളിക്കണേ? മൂന്നാം നെപ്പോളിയൻ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പൊ മൂന്നാം നെപ്പോളിയൻ എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? നാനാ സാഹിബ് തന്നെയാണ്. ഇനി അടുത്തത് 1857 വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്ന വ്യക്തിയും നാനാ സാഹിബ് തന്നെയാണ്. 1857 വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നതും നാനാ സാഹിബാണ്. ഇപ്പൊ നാനാ സാഹിബ് കാൺപൂരിൽ നേതൃത്വം നൽകി. ദൊണ്ടുബന്ദ് എന്നാണ് ഒറിജിനൽ പേര്. മൂന്നാം നെപ്പോളിയൻ എന്നറിയപ്പെടുന്നു. 1857 വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്നും നാനാ സാഹിബ് അറിയപ്പെടുന്നു. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത, ഇദ്ദേഹം പേഷ്വ ബാജിറാവുവിന്റെ ദത്തുപുത്രനാണ്. അപ്പൊ തന്നെ ക്ലിയർ ആയി നിങ്ങൾക്ക് അല്ലെ? പേഷ്വ ബാജിറാവുവിന്റെ ദത്തുപുത്രനാണ്. എടുത്തു പറയുന്നുണ്ട് അല്ലേ? ദത്തുപുത്രൻ. അപ്പൊ എന്താ ഉണ്ടാവുക? ഇദ്ദേഹത്തിന്റെ രാജ്യം ബ്രിട്ടീഷുകാർ ചോദിച്ചിട്ടുണ്ടാവും അല്ലെ? അതുകൊണ്ടാണ് ഇദ്ദേഹം എങ്ങോട്ട് ഇറങ്ങിയത്? 1857 വിപ്ലവത്തിന് ഇറങ്ങിയത്. അപ്പൊ ഇദ്ദേഹത്തിന് ഒരു സൈനിക ഉപദേഷ്ടാവ് ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ സൈനിക മേധാവി അല്ലെങ്കിൽ സൈനിക ഉപദേഷ്ടാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? താന്തിയ തോപ്പിയാണ്. ആരാണ്? താന്തിയ തോപ്പിയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നാനാ സാഹിബിന്റെ സൈനിക ഉപദേഷ്ടാവിന്റെ പേര് എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. താന്തിയ തോപ്പിയാണ്. ഇനി 1857 വിപ്ലവമൊക്കെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയല്ലോ. അടിച്ചമർത്തിയതിനു ശേഷം 1859 കലാപത്തിന് ശേഷം ബ്രിട്ടീഷുകാർ നേപ്പാളിലേക്ക് ആരെ നാടുകടത്തി? നാനാ സാഹിബിനെ നാടുകടത്തി എന്ന് ഓർത്തു വെക്കണം. അപ്പൊ ഇത്രയും കാര്യമാണ് നമുക്ക് നാനാ സാഹിബിനെ കുറിച്ച് പഠിക്കാനുള്ളത്. നാനാ സാഹിബ് 1857 വിപ്ലവത്തിന് കാൺപൂരിൽ നേതൃത്വം നൽകി. ദൊണ്ടുബന്ദ് എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം. മൂന്നാം നെപ്പോളിയൻ എന്ന് അദ്ദേഹം അറിയപ്പെടുന്നു. 1857 വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്നും അദ്ദേഹം അറിയപ്പെടുന്നു. ഇദ്ദേഹം പേഷ്വ ബാജിറാവുവിന്റെ ദത്തുപുത്രനാണ്. എടുത്ത് മനസ്സിലാക്കുക, ദത്തുപുത്രൻ. അപ്പൊ ദത്താവകാശ നിരോധന നിയമം വന്നിട്ടുണ്ടാവും. അത് ഇയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല, ഇയാളുടെ രാജ്യം പോണു. അങ്ങനെ 1857 വിപ്ലവത്തിന് ഇദ്ദേഹം നേതാവായി മാറി. ഇദ്ദേഹത്തിന്റെ സൈനിക ഉപദേഷ്ടാവിന്റെ പേര് താന്തിയ തോപ്പി എന്നാണ്. വിപ്ലവം അടിച്ചമർത്തിയതിനു ശേഷം 1859 നേപ്പാളിലേക്ക് ബ്രിട്ടീഷുകാർ നാനാ സാഹിബിനെ എന്ത് ചെയ്തു? നാടുകടത്തി. അപ്പൊ നാനാ സാഹിബ് പഠിച്ചപ്പോ നാനാ സാഹിബിന്റെ പ്രധാനിയല്ലേ താന്തിയ തോപ്പി. അപ്പൊ താന്തിയ തോപ്പിയെ നമുക്ക് പഠിക്കേണ്ടേ? താന്തിയ തോപ്പിയെ കുറിച്ച് പഠിച്ചു വയ്ക്കുക. അപ്പൊ താന്തിയ തോപ്പി ആരാണ്? ഒരു കാര്യം നമ്മൾ നേരത്തെ തന്നെ പഠിച്ചു. താന്തിയ തോപ്പി ആരാണെന്നുള്ളത് നാനാ സാഹിബിന്റെ സൈനിക ഉപദേഷ്ടാവാണ്. അപ്പൊ സൈനിക തലവൻ, സൈനിക ഉപദേഷ്ടാവൊക്കെയാണ്. അപ്പൊ സൈനികവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പ്രാധാന്യം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഉപയോഗിച്ചിരുന്ന യുദ്ധമുറ വളരെ പ്രധാനമാണ്. ഗൊറില്ല യുദ്ധമുറ. അപ്പൊ ഗൊറില്ല യുദ്ധമുറ ഉപയോഗിച്ചിരുന്ന വ്യക്തിയാണ് ആര്? ഇദ്ദേഹം താന്തിയ തോപ്പി. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗൊറില്ല യുദ്ധമുറ ഉപയോഗിച്ച സൈനിക നേതാവ് ആരാണ്? ഇന്ത്യയുടെ സൈനിക നേതാവാണ് ആരെന്ന് പറഞ്ഞാൽ താന്തിയ തോപ്പി എന്ന് പറഞ്ഞ രാമചന്ദ്ര പാണ്ഡുരംഗ എന്നാണ് ശരിക്കുള്ള പേര്. രാമചന്ദ്ര പാണ്ഡുരംഗ എന്നാണ് ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം. ശരിക്കുള്ള പേരെന്താണ്? രാമചന്ദ്ര പാണ്ഡുരംഗ. ഇനി ഇദ്ദേഹം നമ്മൾ ആരെ സഹായിച്ചു? നാനാ സാഹിബിനെ സഹായിച്ചു. അതുപോലെ തന്നെ ഝാൻസി റാണിയെയും ഇദ്ദേഹം സഹായിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ഇനി ഇദ്ദേഹത്തെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് പട്ടാള മേധാവി ആരാണ്? ഇദ്ദേഹത്തെ ആരാ പരാജയപ്പെടുത്തിയത്? സർ കോളിൻ ക്യാമ്പൻ ആണ്. സർ കോളിൻ ക്യാമ്പൻ എന്ന് പറയുന്ന ക്യാമ്പൽ എന്ന് പറയുന്ന ബ്രിട്ടീഷ് പട്ടാള മേധാവി ആരെ പരാജയപ്പെടുത്തി? താന്തിയ തോപ്പിയെ പരാജയപ്പെടുത്തി. 1859 ഏപ്രിൽ 18 താന്തിയ തോപ്പിയെ തൂക്കിലേറ്റി. 1859 ഏപ്രിൽ 18 അദ്ദേഹത്തെ വധിച്ചത് എവിടെ വെച്ചിട്ടാണ്? ശിവപുരി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്. ശിവപുരി മധ്യപ്രദേശിലാണ്. ശിവപുരി എവിടെയാണ്? മധ്യപ്രദേശിലാണ്. ഈ ശിവപുരിയിൽ, മധ്യപ്രദേശിലെ ശിവപുരിയിൽ തന്നെ ഇദ്ദേഹത്തിന്റെ മെമ്മോറിയലും കാണപ്പെടുന്നു എന്ന് ഓർത്തുവെക്കാം. താന്തിയ തോപ്പിയുടെ മെമ്മോറിയലും എവിടെ തന്നെയാണ്? ശിവപുരിയിൽ തന്നെയാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ താന്തിയ തോപ്പിയെ കുറിച്ച് പറയാനായിട്ട്. താന്തിയ തോപ്പിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഒന്ന്, അദ്ദേഹം നേരത്തെ പറഞ്ഞു നാനാ സാഹിബിന്റെ സൈനിക ഉപദേഷ്ടാവ് അല്ലെങ്കിൽ പട്ടാള മേധാവിയാണ്. എന്താ പറയാ? രണ്ട് രീതിയിലും പറയാം. സൈനിക ഉപദേഷ്ടാവ്
ഉപദേഷ്ടാവാണ് എന്ന് പറയാം, അതുപോലെ തന്നെ പട്ടാള മേധാവിയാണ് എന്ന് പറയാം ട്ടോ. ഈ രണ്ട് രീതിയിലും വേണമെങ്കിൽ പറയാം. നാനാ സാഹിബിന്റെ സൈനിക ഉപദേഷ്ടാവ്, അതുപോലെ തന്നെ പട്ടാള മേധാവി ഒക്കെയാണ് താന്തിയ തോപ്പി. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന യുദ്ധമുറ ഗൊറില്ല യുദ്ധമുറയാണ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം രാമചന്ദ്ര പാണ്ഡുരംഗ എന്നാണ്. സർ കോളിൻ ക്യാമ്പൻ എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് താന്തിയ തോപ്പിയെ വധിച്ചത്. അദ്ദേഹത്തെ തൂക്കിലേറ്റിയത് 1859 ഏപ്രിൽ 18-നാണ്. തൂക്കിലേറ്റപ്പെട്ട സ്ഥലം മധ്യപ്രദേശിലെ ശിവപുരിയിലാണ്. ശിവപുരിയിൽ തന്നെ താന്തിയ തോപ്പിയുടെ എന്തും കാണപ്പെടുന്നു, മെമ്മോറിയലും കാണപ്പെടുന്നു. താന്തിയ തോപ്പി നാനാ സാഹിബിനെ മാത്രമല്ല ആരെയും കൂടെ സഹായിച്ചിട്ടുണ്ടായിരുന്നു ഈ യുദ്ധത്തിൽ, ഝാൻസി റാണിയെ കൂടെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നും കൂടി ഓർത്തു വെക്കാം. അപ്പൊ താന്തിയ തോപ്പിയുടെ ശരിക്കുള്ള പേര് രാമചന്ദ്ര പാണ്ഡുരംഗ്, നാനാ സാഹിബിന്റെ സൈനിക ഉപദേഷ്ടാവ്, നാനാ സാഹിബിന്റെ പട്ടാള മേധാവി, 1857 വിപ്ലവത്തിൽ ഝാൻസിയിൽ റാണി ലക്ഷ്മിബായിയെ സഹായിച്ച വ്യക്തി, ഗൊറില്ല യുദ്ധമുറ ഫോളോ ചെയ്തിരുന്ന വ്യക്തി, സർ കോളിൻ ക്യാമ്പനാൽ വധിക്കപ്പെട്ട വ്യക്തി. 1859 ഏപ്രിൽ 18-ന് വധം, ശിവപുരിയിൽ വെച്ച് വധിച്ചു. ശിവപുരി മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശിലെ ശിവപുരിയിൽ ഇദ്ദേഹത്തിന്റെ എന്തും കാണപ്പെടുന്നു, മെമ്മോറിയലും കാണപ്പെടുന്നു, സ്മാരകം കാണപ്പെടുന്നു. ഇനി ഒരാളെയും കൂടെ നമുക്ക് പഠിക്കാണ്ട്, അദ്ദേഹത്തിന്റെ പേര് ബഹദൂർ ഷാ രണ്ടാമൻ എന്നാണ്. മറ്റുള്ളവരെയൊക്കെ നമ്മൾ ഇന്നലെ പഠിച്ചതാണ്, പക്ഷെ അവരുടെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ളവരെ മാത്രമേ നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കാം കേട്ടോ. ബഹദൂർ ഷാ രണ്ടാമനെ കുറിച്ച് നമുക്ക് മനസ്സിലായി, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ പറഞ്ഞു. അതായത് 1857 വിപ്ലവത്തിലെ വിപ്ലവകാരികൾ ഡൽഹിയിലെത്തിയിട്ട് മുഗൾ ഭരണാധികാരിയായിരുന്ന ബഹദൂർ ഷാ രണ്ടാമനോട് നേതൃത്വ സ്ഥാനം ഏറ്റെടുക്കാൻ പറഞ്ഞു. ബഹദൂർ ഷാ രണ്ടാമനെ അവർ നമ്മുടെ ചക്രവർത്തിയൊക്കെ ആയിട്ട് അവരോധിച്ചു എന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ ഒന്നാം സ്വാതന്ത്ര്യ സമര സമയത്തുണ്ടായിരുന്ന മുഗൾ ഭരണാധികാരി ആര് എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ ഉത്തരമാണ് നമ്മൾ ആരുടെ പേര് പറയേണ്ടത്, ബഹദൂർ ഷാ രണ്ടാമന്റെ പേര് പറയേണ്ടത്. ഇനി ബഹദൂർ ഷാ രണ്ടാമൻ അല്ലാതെ പല പേപ്പറിലും ഇങ്ങനെ നിങ്ങൾ കാണാറുണ്ടാവും, ബഹദൂർ ഷാ സഫർ. അപ്പൊ ബഹദൂർ ഷാ രണ്ടാമനും ബഹദൂർ ഷാ സഫറും ഒന്ന് തന്നെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ബഹദൂർ ഷാ രണ്ടാമന്റെ അപരനാമമാണ് ബഹദൂർ ഷാ സഫർ. ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് മുഗൾ ഭരണാധികാരിയാണ് എന്ത്, ബഹദൂർ ഷാ സഫർ. ഇനി അടുത്തത് വില്യം ഹോഡ്സൺ. വില്യം ഹോഡ്സൺ എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരനാണ്. വില്യം ഹോഡ്സൺ എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരനാണ് ആരെ, അതായത് ബഹദൂർ ഷാ രണ്ടാമനെ വധിക്കാനായിട്ട് അല്ലെങ്കിൽ കീഴടക്കാനായിട്ട് നേതൃത്വം കൊടുത്ത വ്യക്തി. അങ്ങനെ ബഹദൂർ ഷാ രണ്ടാമനെ വധിക്കാനായിട്ട് വില്യം ഹോഡ്സന്റെ നേതൃത്വത്തിൽ പട്ടാളം പോവാണ്. അങ്ങനെ ബഹദൂർ ഷാ രണ്ടാമൻ എവിടെ വെച്ചിട്ട്, ഹുമയൂണിന്റെ ശവകുടീരത്തിൽ വെച്ച് പിടിക്കപ്പെടുന്നു. ഹുമയൂണിന്റെ ശവകുടീരം. അപ്പൊ ഹുമയൂണിന്റെ ശവകുടീരത്തിനടുത്ത് വെച്ചിട്ടാണ് അല്ലെങ്കിൽ ശവകുടീരത്തിൽ വെച്ചിട്ടാണ് ആരെ പിടിച്ചത്, ബഹദൂർ ഷാ രണ്ടാമനെ ആര് പിടിച്ചത് എന്നാ പറയണേ, നമ്മുടെ ബ്രിട്ടീഷുകാര് പിടിക്കുന്നത്. അങ്ങനെ ബ്രിട്ടീഷുകാർ പിടിച്ച് 1858 ഒക്ടോബർ 7-ന് 1858 ഒക്ടോബർ മാസം 7-ാം തീയതി ബഹദൂർ ഷാ രണ്ടാമനെ ഇവർ നാടുകടത്തി. ബഹദൂർ ഷാ രണ്ടാമനെ ആര് നാടുകടത്തി, ബ്രിട്ടീഷുകാരെ നാടുകടത്തി. അദ്ദേഹത്തെ നാടുകടത്തിയത് എവിടേക്കാണ്, റങ്കൂണിലേക്കാണ്. എവിടേക്കാണ്, റങ്കൂണിലേക്ക്. എവിടെയാണ്, ബർമ്മ. റങ്കൂണിലേക്കാണ് അവര് നാടുകടത്തിയത് എന്ന് ഓർത്തു വെക്കാം. ഇനി അടുത്തത് ഇദ്ദേഹത്തിന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും റങ്കൂണിൽ തന്നെയാണ് എന്ന് മനസ്സിലാക്കാം. ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് എവിടെ തന്നെയാണ്, റങ്കൂണിൽ തന്നെയാണ്. ഈ റങ്കൂണിന് ഇപ്പൊ ഒരു പുതിയ പേര് വന്നു. റങ്കൂണിന്റെ പുതിയ പേര് ന്യൂ നെയിം ഓഫ് റങ്കൂൺ എന്ന് ചോദിക്കുകയാണെങ്കിൽ പുതിയ പേരെന്താണ്, യാങ്കോൺ എന്നാണ്. റങ്കൂണിന്റെ പുതിയ പേരെന്താണ്, യാങ്കോൺ എന്നാണ്. ഇത്രയും കാര്യം ക്ലിയർ ആയോ മക്കളെ? അപ്പൊ ഇത്രയേ ഉള്ളൂ ബഹദൂർ ഷാ രണ്ടാമനെ കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ട്. അപ്പൊ ബഹദൂർ ഷാ രണ്ടാമന്റെ മറ്റൊരു പേര് ബഹദൂർ ഷാ സഫർ ആണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം അഥവാ 1857 റിവോൾട്ട് നടക്കുമ്പോൾ മുഗൾ ഭരണാധികാരിയായിരുന്നു ബഹദൂർ ഷാ രണ്ടാമൻ അഥവാ ബഹദൂർ ഷാ സഫർ. ബഹദൂർ ഷാ രണ്ടാമനെ പിടിക്കാനായിട്ട് നേതൃത്വം, അല്ലെങ്കിൽ പിടിക്കാനല്ല, ഒന്നും കൂടെ ഭംഗിയായിട്ട് പറയാൻ വെച്ചാൽ കീഴടക്കാനായിട്ട് അല്ലെ, കീഴടക്കാനായിട്ട് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ പേര് വില്യം ഹോഡ്സൺ എന്നാണ്. വില്യം ഹോഡ്സന്റെ നേതൃത്വത്തിലുള്ള സൈന്യം ഹുമയൂണിന്റെ ശവകുടീരത്തിൽ
വെച്ച് ആരെ പിടിക്കുന്നു? ബഹദൂർ ഷാ രണ്ടാമനെ പിടിക്കുകയും 1858 ഒക്ടോബർ 7-ന് ബർമയിലെ റങ്കൂണിലേക്ക് നാട് കടത്തുകയും ചെയ്യുന്നു. ആ റങ്കൂണിൽ തന്നെയാണ് ആരുടെ ശവകുടീരവും? ബഹദൂർ ഷാ രണ്ടാമന്റെ ശവകുടീരവും. ബഹദൂർ ഷാ രണ്ടാമന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന റങ്കൂണിന്റെ പുതിയ പേര് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം യാങ്കോൺ എന്നാണ്. എന്താണ് അതിന്റെ പുതിയ പേര്? യാങ്കോൺ എന്നാണ് അതിന്റെ പുതിയ പേര്. അപ്പൊ ഇത്രയുമാണ് ബഹദൂർ ഷാ രണ്ടാമൻ. അപ്പൊ ഇപ്പൊ നമ്മള് കലാപവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറെ ആൾക്കാരുടെ പേര് പഠിച്ചു. അത് ഇനി ഇന്നലെ തന്നെ നമ്മൾ പഠിക്കേണ്ടായി. 1887 വിപ്ലവത്തിന്റെ വന്ധ്യവയോധികൻ കൻവർ സിംഗ് ആണ്. ഡങ്കാഷ എന്നറിയപ്പെടുന്നത് മൗലവി അഹമ്മദുള്ളയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. പിന്നെ അടുത്തത് ഇപ്പൊ നമ്മൾ പഠിച്ചു മൂന്നാം നെപ്പോളിയൻ എന്നറിയപ്പെടുന്നു. ആരാണ്? നാനാ സാഹിബാണ്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ പഠിച്ചപ്പോൾ ആൾക്കാരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ പറയുന്നത്, ഒന്ന് രണ്ട് കാര്യം പറഞ്ഞത് തന്നെ ഞാൻ വീണ്ടും പറയാം. 1857 വിപ്ലവത്തില് വിപ്ലവകാരികൾ ഡൽഹി രാജാവായിട്ട് അവരോധിച്ചത് ആരെയാണ്? നമ്മുടെ ബഹദൂർ ഷാ സഫറിനെയാണ്. ഇനി അതുപോലെ തന്നെ ചോദിക്കാം, ലക്നൌവിന്റെ നവാബായിട്ട് ആരെയാണ് അവരോധിച്ചത്? ലക്നൌ നവാബായിട്ട് അവർ തെരഞ്ഞെടുത്തത്, അതും കൂടി ഒന്ന് ഓർത്തു വെച്ചോളൂ, ബിർജിസ് ഗാദറിനെയാണ്. ബിർജിസ് ഗാദറിനെ ലക്നൌവിന്റെ നവാബായിട്ട് അവർ തെരഞ്ഞെടുത്തു. അപ്പൊ ലക്നൌ നവാബ് ബിർജിസ് ഗാബറാണ്. ലക്നൌ നവാബ് ബിർജിസ് ഗാദർ ആണ്. ലക്നൌ നവാബ് 1857 വിപ്ലവത്തിലെ വിപ്ലവകാരികൾ ലക്നൌ നവാബായി അവരോധിച്ച വ്യക്തി ആരാണ്? ബിർജിസ് ഗാദർ. അതുപോലെ തന്നെ എന്താണ് ഡൽഹി രാജാവായി അവരോധിച്ചത്? നമ്മുടെ ചക്രവർത്തിയായിട്ട്, ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് അവരോധിച്ചത് ആരെയാണ്? ബഹദൂർ ഷാ രണ്ടാമനെയാണ്. ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ? അപ്പൊ ഇത്രയേ ഉള്ളൂ എന്ത് വ്യക്തികളെ കുറിച്ച് നമുക്ക് ഓർക്കാൻ. പിന്നെ നമ്മൾ ആദ്യത്തെ രക്തസാക്ഷി, അതൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചു. വനിതാ രക്തസാക്ഷി ഓർമ്മയുണ്ടോ? മുസ്ലിം രക്തസാക്ഷി, ഇതൊക്കെ നമ്മൾ പഠിച്ചു. ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി, ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാ. അപ്പൊ ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ളത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ അനന്തര ഫലങ്ങൾ എന്താണെന്നും 1858 വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം എന്താണ് എന്നുള്ളതുമാണ്. അല്ലെങ്കിൽ 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്നുള്ളതാണ്. അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇനി ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പുസ്തകങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട്, അതായത് ഏതെങ്കിലും ഒരു ടോപ്പിക്ക് കുറച്ചും കൂടെ എന്താ പറയുക കേൾക്കാൻ രസമുള്ളതും ഒരു ടോപ്പിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുള്ളതും പഠിച്ച് രണ്ടും കൂടി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തു പോകും. എല്ലാതും ഇത്തിരി ടൈറ്റ് ആയിട്ടുള്ള ടോപ്പിക് ആകുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ തന്നെ കേൾക്കാൻ തന്നെ ഒരു ഉഷാർ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ക്ലാസ് എടുത്ത് പോണേ കേട്ടോ. പുസ്തകങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കണേ. അതില് 1857 ദ ഗ്രേറ്റ് റെബല്യൻ, 1857 ദ ഗ്രേറ്റ് റെബല്യൻ 1857 ദ ഗ്രേറ്റ് റെബല്യൻ എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് അശോക് മേത്ത. ആരാണ്? അശോക് മേത്ത. കുറച്ച് പുസ്തകങ്ങളെ നമുക്ക് പഠിക്കാനുള്ളൂ. 1857 ദ ഗ്രേറ്റ് റിബല്യൻ എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് അശോക് മേത്ത. കുറച്ച് പുസ്തകമേ പഠിക്കാനുള്ളൂ എന്നല്ല, പ്രധാനപ്പെട്ട കുറച്ച് പുസ്തകങ്ങളാണ് നമ്മൾ പഠിക്കണേ എന്നുള്ളതാണ്. 1857 അങ്ങനെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. 1857 എന്ന് പറയുന്ന പുസ്തകം S.N. സെൻ ആണ് എഴുതിയത്. S.N. സെൻ ആണ്. ഇനി അടുത്തത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരങ്ങളുടെ ചരിത്രം. എന്താണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരങ്ങളുടെ ചരിത്രം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരങ്ങളുടെ ചരിത്രം എഴുതിയത് ആരാണ്? താരാചന്ദാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരങ്ങളുടെ ചരിത്രം രചിച്ചത് താരാചന്ദാണ്. 1857 ദ ഗ്രേറ്റ് റിബല്യൻ അശോക് മേത്ത. 1857 S.N. സെൻ ആണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരങ്ങളുടെ ചരിത്രം രചിച്ചത് ആരാണ്? താരാചന്ദാണ്. ഇനി അടുത്തത് 1857 ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. 1857 കണ്ടോ? 1857 എന്താണ്? ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. 1857 ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന കൃതി രചിച്ചത് ആരാണ്? വി.ഡി. സവർക്കർ ആണ്. 1857 ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് രചിച്ചത് വി.ഡി. സവർക്കർ ആണ്. ശിപ്പായി മ്യൂട്ടിനി. അടുത്തത് ശിപ്പായി മ്യൂട്ടിനി 1857. ശിപ്പായി മ്യൂട്ടിനി 1857. അങ്ങനെ ഒരു ഗ്രന്ഥം
എന്താണ് ശിപ്പായി മ്യൂട്ടിനി 1857 രചിച്ചത് ആരാണെന്ന് ചോദിക്കാട്ടോ. അങ്ങനെ ഒരു ഗ്രന്ഥം രചിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും ആരാണെന്നുള്ളത്. HB ചതോപാധ്യായ. ആരാണ്? എച്ച് ബി ചതോപാധ്യായ. ക്ലിയർ ആയോ മക്കളെ? ചതോപാധ്യായ ക്ലിയർ ആയോ? ഇനി അപ്പൊ അടുത്ത് ഒരെണ്ണം കൂടി ഉണ്ട്, ശിപ്പായി മ്യൂട്ടിനി ആൻഡ് റിവോൾട്ട് ഓഫ് 1857. ശിപ്പായി മ്യൂട്ടിനി ആൻഡ് റിവോൾട്ട്, അങ്ങനെയും കൂടി ഉണ്ട്. റിവോൾട്ട് ഓഫ് 1857 എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അപ്പൊ നമ്മൾ എന്ത് ഉത്തരമാണ് പറയേണ്ടത്? RC മഞ്ജുംദാർ ആണ്. ഇദ്ദേഹം പ്രധാനപ്പെട്ട ആളാണ്. RC മഞ്ജുംദാർ. RC മഞ്ജുംദാർ ട്ടോ. RC മഞ്ജുംദാർ ആണ് എന്ത്? ശിപ്പായി മ്യൂട്ടിനി ആൻഡ് റിവോൾട്ട് ഓഫ് 1857. ക്ലിയർ ആയില്ലേ? അപ്പൊ ഒന്ന് പറഞ്ഞേ, 1857 ഗ്രേറ്റ് റിബല്യൻ രചിച്ചു അശോക് മേത്ത. 1857 രചിച്ചു SM സെൻ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരങ്ങളുടെ ചരിത്രം രചിച്ചു താരാചന്ദ്. 1857 ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് BD സവർക്കർ. ശിപ്പായി മ്യൂട്ടിനി 1857 HB ചതോപാധ്യായ. ശിപ്പായി മ്യൂട്ടിനി ആൻഡ് റിവോൾട്ട് ഓഫ് 1857 RC മഞ്ജുംദാർ. ഇനി അടുത്തത് വേറൊരു 1857 വിപ്ലവവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ നാനാ സാഹിബിന്റെ ജീവിതത്തെ ആസ്പദമാക്കി. ആരുടെയാണ്? നാനാ സാഹിബിന്റെ ജീവിതത്തെ ആസ്പദമാക്കി എന്താ പറയുന്നത്, ഒരു പുസ്തകം രചിച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിന്റെ പേര് ദ ഡെവിൾസ് വിൻഡ് എന്നാണ്. ദ ഡെവിൾസ് വിൻഡ് എന്നാണ്. ഡെവിൾസ് വിൻഡ് എന്നാണ്. ഡെവിൾസ് വിൻഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ചെകുത്താന്റെ കാറ്റ് അല്ലെ. ആ ഡെവിൾസ് വിൻഡ് എന്ന് പറയുന്ന കൃതി രചിച്ചത് ആരാണ്? മനോഹർ മൽഗോൺകർ. ക്ലിയർ ആയോ? അപ്പോ 1857 വിപ്ലവവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നാനാ സാഹിബിന്റെ ജീവിതത്തെ ആസ്പദമാക്കി പുസ്തകം രചിച്ചത് മനോഹർ മൽഗോൺകർ ആണ്. പുസ്തകത്തിന്റെ പേര് ദ ഡെവിൾസ് വിൻഡ് എന്നാണ്. എന്താണ്? ദ ഡെവിൾസ് വിൻഡ് അഥവാ ചെകുത്താന്റെ കാറ്റ് ട്ടോ. ഇനി ഇന്ത്യൻ വിപ്ലവകാരികളുടെ റഫറൻസ് ഗ്രന്ഥം എന്നറിയപ്പെടുന്നത്, ഇന്ത്യൻ വിപ്ലവകാരികളുടെ റഫറൻസ് ഗ്രന്ഥം എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? അതും കൂടി ഒന്ന് ഓർത്തു വെക്കുക. എന്നറിയപ്പെടുന്ന ഗ്രന്ഥം ഏതാണ്? ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആണ്. നമ്മൾ പഠിച്ചില്ലേ നേരത്തെ? 1857 ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നുള്ളതാണ്. ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആരാ രചിച്ചതെന്ന് ഓർത്തു വെച്ചേ. നമ്മൾ ഇപ്പൊ തന്നെ പറഞ്ഞു നിർത്തിയല്ലേ ഉള്ളൂ. ആരാ അത് രചിച്ചത്? VD സവർക്കർ ആണ്. ഇന്ത്യൻ വിപ്ലവകാരികളുടെ റഫറൻസ് ഗ്രന്ഥം എന്നറിയപ്പെടുന്ന 1857 ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആര് രചിച്ചതാണ്? VD സവർക്കർ രചിച്ചതാണ്. നാനാ സാഹിബിന്റെ ജീവിത ചരിത്രം പറയുന്ന ദ ഡെവിൾസ് വിൻഡ് രചിച്ചത് ആരാണ്? മനോഹർ മൽഗോൺകർ ആണ്. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ട് 1-2 സിനിമകളുണ്ട്. അതിലൊരു സിനിമയാണ് മംഗൾ പാണ്ഡെ. എന്താണ്? മംഗൾ പാണ്ഡെയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സിനിമ ഇറങ്ങി. മംഗൾ പാണ്ഡെ ദ റൈസിംഗ് എന്നാണ് ആ സിനിമയുടെ പേര്. മംഗൾ പാണ്ഡെ ദി റൈസിംഗ് എന്ന് പറയുന്ന സിനിമ. മംഗൾ പാണ്ഡെ ദ റൈസിംഗ് എന്ന് പറയുന്ന സിനിമ ആരാ സംവിധാനം ചെയ്തേ? കേതൻ മെഹ്ത്ത. ആരാണ്? കേതൻ മെഹ്ത്ത ട്ടോ. കേതൻ മെഹ്ത്ത സംവിധാനം ചെയ്ത സിനിമയാണ് മംഗൾ പാണ്ഡെ ദ റൈസിംഗ്. അതിൽ മംഗൾ പാണ്ഡെ ആയിട്ട് അഭിനയിച്ചത് ആരാന്നറിയോ നിങ്ങൾക്ക്? അമീർ ഖാൻ ആണ്. മംഗൾ പാണ്ഡെ ആയിട്ട് ആരഭിനയിച്ചു? അമീർ ഖാൻ അഭിനയിച്ചു. ഇനി അടുത്തത് ഝാൻസി റാണിയുടെ ജീവിതകഥ ആസ്പദമാക്കി ഒരു സിനിമ ഉണ്ടാക്കി. അതായത് ഈ 1857 വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് ഝാൻസി റാണിയുടെ ജീവിതകഥയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എന്താ പറയുന്നത് സിനിമ ഇറക്കി. സിനിമയുടെ പേര് മണികർണിക, ദ ക്യൂൻ ഓഫ് ഝാൻസി. എന്താണ്? മണികർണിക, ദ ക്യൂൻ ഓഫ് ഝാൻസി. മണികർണിക ദ ക്യൂൻ ഓഫ് ഝാൻസി എന്നാണ് ആ സിനിമ. മണികർണിക ദ ക്യൂൻ ഓഫ് ഝാൻസി. അതില് ആരാണ് എന്താ പറയുന്നത് മണികർണികയായിട്ട് അഭിനയിച്ചത്? അതാണ് പ്രധാനം. കങ്കണ റണൌത്ത്. ആരാണ്? കങ്കണ റണൌത്ത് കേട്ടോ. കങ്കണ റണൌത്ത് ആണ്.
കങ്കണ റണൌത്ത് ആണ്. ഇതൊന്ന് ഓർത്തു വെക്കുക. അപ്പൊ നമ്മൾ രണ്ട് കാര്യം പഠിച്ചു. ഝാൻസി റാണിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സിനിമ മണികർണിക, ദ ക്യൂൻ ഓഫ് ഝാൻസി. കങ്കണ റണൌത്ത് ആണ് അതിൽ മണികർണികയായിട്ട് അഭിനയിച്ചത്. ഇനി അടുത്തത് മംഗൾ പാണ്ഡെ ദ റൈസിംഗ് എന്ന് പറയുന്ന സിനിമ മംഗൾ പാണ്ഡെയായിട്ട് അഭിനയിച്ചത് ആരാണ്? അമീർ ഖാൻ ആണ്. ഇനി 1857 വിപ്ലവത്തെ ആസ്പദമാക്കിയിട്ട് ഇന്ത്യയിൽ നിന്നും പുറത്തിറങ്ങിയ ആദ്യത്തെ ചിത്രം, ഇന്ത്യയിൽ നിന്നും പുറത്തിറങ്ങി കുറെ സിനിമകളുണ്ട്, ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ ചിത്രം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം ശത്രുഞ്ജ്. എന്താണ്? ശത്രുഞ്ജ്. ശത്രുഞ്ജ് കെ ഗിലാടി. ശത്രുഞ്ജ് കെ ഗിലാടി ഇതാണ് കേട്ടോ. ശത്രുഞ്ജ് കെ ഗിലാടി. ശത്രുഞ്ജ് കെ ഗിലാടി. അപ്പൊ മംഗൾ പാണ്ഡെ ദ റൈസിംഗ് അമീർ ഖാൻ അഭിനയിച്ചു. ഝാൻസി റാണിയുടെ പേരിലുള്ള മണികർണിക ദ ക്യൂൻ ഓഫ് ഝാൻസി കങ്കണ റണൌത്ത് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ സിനിമ ഏതാണ്? ശത്രുഞ്ജ് കെ ഗിലാഡിയാണ്. ഇന്ത്യയിൽ 1857 റിവോൾട്ടുമായി ബന്ധപ്പെട്ടത്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമുക്ക് 1857 റിവോൾട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങളും അതുപോലെ തന്നെ നേതാക്കളും സിനിമയൊക്കെ. അപ്പൊ ഇത് ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക. ഇനി അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ അനന്തരഫലങ്ങളും അതുപോലെ തന്നെ പിന്നെ ഒരു കാര്യം കൂടി നമുക്ക് പഠിക്കാണ്ട്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. അത് അനന്തരഫലം തന്നെയാണ്. അപ്പൊ അത് പഠിച്ചു കഴിയുമ്പോൾ 1857 റിവോൾട്ട് പൂർണ്ണമായിട്ട് കഴിയും കേട്ടോ. 3 ക്ലാസ് കൊണ്ട് കഴിയും. അപ്പൊ ഇത്രയേ ഉള്ളൂ. ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെടാൻ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും കേട്ടോ.